Hi friends, welcome to Radhika's Kitchen. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ സിമ്പിളും ടേസ്റ്റിയുമായ നാടൻ എഗ് റോസ്റ്റ് ആണ്. ഇത് അപ്പം, ചപ്പാത്തി, ചോറിന്റെ കൂടെ ഒക്കെ ഒരു നല്ല കോമ്പിനേഷൻ ആണ്. റെസിപ്പി കാണുന്ന മുമ്പ് ഇതുപോലുള്ള പാചകക്കുറിപ്പിന് വേണ്ടി താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. എഗ് റോസ്റ്റ് ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എഗ് റോസ്റ്റ് ഉണ്ടാക്കാൻ ആദ്യം തന്നെ വേണ്ടത് 4 മുട്ട പുഴുങ്ങി വെച്ചത്. മുട്ടയുടെ വെള്ള ഒരു കത്തി വെച്ച് ചെറുതായിട്ട് കീറി കൊടുത്താൽ മസാല എല്ലാം നന്നായിട്ട് മുട്ടയിൽ പിടിക്കും. സവോള വലുത് 2 എണ്ണം തിന്നായി സ്ലൈസ് ചെയ്തത്. വെളുത്തുള്ളി 4 5 ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്. ഇഞ്ചി 1 ഇഞ്ച് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്. തക്കാളി 1 ചെറിയ ക്യൂബ്സ് ആയിട്ട് മുറിച്ചത്. 1 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ എഗ് മസാല. ഞാനിവിടെ ഈസ്റ്റേൺ എഗ് മസാല ആണ് ഉപയോഗിക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി മിക്സിയിൽ അരയ്ക്കാൻ എന്തൊക്കെയാ വേണ്ടതെന്ന് നോക്കാം. 1 ചെറിയ സവാള, 3-4 വെളുത്തുള്ളി, 1 ചെറിയ കഷ്ണം ഇഞ്ചി, 4 ടീസ്പൂൺ എണ്ണ, ഉപ്പ് ആവശ്യത്തിന്, 1 കൈപ്പിടി കരുവേപ്പില. എഗ് റോസ്റ്റ് ഉണ്ടാക്കാൻ ആദ്യം തന്നെ ഒരു മിക്സിയിൽ 1 ചെറിയ സവോള, 3-4 വെളുത്തുള്ളി, 1 ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ടിട്ട് അരച്ചെടുക്കാം. ഇതാണ് എൻ്റെ പരുവം. ഇനി ഒരു പാനിൽ 4 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് സവോള, ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ട് ചെറുതായിട്ട് ചുമക്കണ വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. സവള ചെറുതായിട്ട് ചുമന്ന് വരുമ്പോൾ ഇതിലേക്ക് 4-5 കരുവേപ്പില ഇട്ടിട്ട് ലൈറ്റ് ബ്രൗൺ ആവണ വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ലൈറ്റ് ആയിട്ട് ബ്രൗൺ ആയി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരുന്ന അരപ്പ് ചേർത്തിട്ട് അതിന്റെ പച്ചമണം മാറണ വരെ നന്നായിട്ട് വഴട്ടിയെടുക്കാം. പച്ചമണമൊക്കെ നന്നായി മാറി ഇനി തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ എഗ് മസാല ഇട്ടിട്ട് 2-3 മിനിറ്റ് അതിന്റെ പച്ചമണം മാറുന്ന വരെ നന്നായി ഇളക്കി കൊടുക്കാം. ഇനി മുറിച്ചു വെച്ച തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി തീ മീഡിയത്തിൽ വെച്ചിട്ട് തക്കാളിയൊക്കെ വെന്തുടഞ്ഞ് സൈഡിലൊക്കെ എണ്ണ തെളിയണ വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. കുറച്ചു നേരം കഴിഞ്ഞാല് തക്കാളിയൊക്കെ ഉടഞ്ഞ് സൈഡിലൊക്കെ എണ്ണ വിട്ടുവരാൻ തുടങ്ങും. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഏകദേശം 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പുഴുങ്ങി വെച്ചിരുന്ന മുട്ട, ഉപ്പ്,
കരുവേപ്പില ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ ഇതിനെ 10 മിനിറ്റ് വേവിക്കാം. മിനിറ്റ് കഴിഞ്ഞു. എഗ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഫ്രണ്ട്സ്, എഗ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് അപ്പം, ചപ്പാത്തി, ചോറിൻ്റെ കൂടെയൊക്കെ നന്നായിരിക്കും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോനെ ലൈക്കും ഷെയറും ചെയ്യണം. ഇതുപോലുള്ള പാചകക്കുറിപ്പിന് വേണ്ടി താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.